Bismillah, alhamdulillah, sallallahu alaihi wasallam. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിർവഹിച്ച തറാവീഹ് ഇഅ്തികാഫും നോമ്പും എല്ലാം കബൂൽ ചെയ്യട്ടെ. പാപങ്ങളൊക്കെ കർത്താവിനകത്തുള്ളത് മാപ്പാക്കട്ടെ. ഇത് നമ്മുടെ റഹ്മത്തിന്റെ പത്ത് നമ്മിൽ നിന്ന് വിട പറയുകയാണെങ്കിൽ അവസാനത്തെ രാത്രിയാണ്. അതിന് ഇൻഷാ അല്ലാഹ് നമുക്ക് ആയുസ്സുണ്ടെങ്കിൽ അടുത്ത വർഷം ആണ് റഹ്മത്തിന്റെ പത്ത് നമുക്ക് കിട്ടുക. എന്നുവെച്ചാൽ ഈ രാവിൽ അടുത്ത ദിവസം നമ്മൾ ചെല്ലുന്നത് ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ അവന്റെ റഹ്മത്ത്, അവന്റെ കാരുണ്യം ചൊരിഞ്ഞു തരട്ടെ. നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു, ഇന്നത്തെ തറാവീഹ് നമസ്കരിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന പുണ്യം നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലും ആഖിറത്തിലുമുള്ള സർവ്വ നന്മകളും അല്ലാഹു തആല നമുക്ക് ചെയ്തു തരും എന്ന് നമ്മൾ പറയുന്നു. ദുനിയാവിലും ആഖിറത്തിലും വിജയം ഉണ്ടാവും എന്നർത്ഥം. ഇനി നാളത്തെ തറാവീഹ് അഥവാ ലൈലത്തുൽ ഹാദിയത അശറ, 11-ാം രാവിൽ, റമളാനിലെ 11-ാമത്തെ രാവിൽ തറാവീഹ് നമസ്കരിച്ചാൽ, നമ്മൾ മുമ്പ് ആദ്യത്തെ ദിവസം നമ്മൾ പറഞ്ഞിരുന്നില്ല, നമ്മുടെ ഉമ്മ നമ്മളെ പ്രസവിച്ചതുപോലെ നമ്മുടെ പാപങ്ങളൊക്കെ അല്ലാഹു തആല കഴുകി കളയും എന്നത്. ഉമ്മ പ്രസവിച്ചതുപോലെ ആവുക എന്ന് പറഞ്ഞാൽ അർത്ഥം നമ്മുടെ നന്മകൾ, നമ്മുടെ ജീവിതത്തിൽ ചെയ്ത എല്ലാ സൽക്കർമ്മങ്ങളും അവിടെ നിൽക്കും, തിന്മകളൊക്കെ അല്ലാഹു തആല പുറത്തു കളയും. അതാണ് പേരാണ്. അതെ, ഉമ്മ നമ്മെ പ്രസവിച്ച ഉടനെ ഒരു അവസ്ഥ എന്താ? നന്മ ഉണ്ടാവില്ല, തിന്മ ഉണ്ടാവില്ല. ആ ഒരവസ്ഥയിലാണ്. അങ്ങനെയല്ല, നന്മ അവിടെ ശേഷിക്കും, തിന്മ മുഴുവൻ അല്ലാഹു തആല മായ്ച്ചു കളയും. ഇങ്ങനെ അങ്ങനത്തെ ഒരു സന്ദർഭം നമുക്ക് അല്ലാഹു തആല എവിടെ തന്നു? ഒന്നാമത്തെ തറാവീഹ് നിർവഹിച്ചപ്പോൾ നമുക്ക് തന്നു. പിന്നീട് അതിന് ശേഷം തെറ്റുകുറ്റങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ടല്ലോ. എന്നാൽ ഇതങ്ങനെയല്ല. യഖ്റുജു മിനദ് ദുനിയ, ദുനിയാവിൽ നിന്ന് അവൻ പുറപ്പെടുമെന്ന് വെച്ചാൽ അവൻ മരണപ്പെടും. കയൗമിൻ ഉലിദ മിൻ ബത്നി ഉമ്മി, അവന്റെ ഉമ്മയുടെ വയറ്റിൽ നിന്ന് അവൻ പ്രസവിക്കപ്പെട്ടതുപോലെ അവൻ ഈ ലോകത്ത് നിന്ന് മരണപ്പെടാനുള്ള സൗഭാഗ്യം അല്ലാഹു ആലോചിച്ച് നോക്കുക. അപ്പൊ നമ്മള് ആ ഒരു നിയ്യത്തോടു കൂടെ തന്നെ അത്രയും ഇഖ്ലാസോടുകൂടെ നാളത്തെ തറാവീഹ് നമ്മൾ നിർവഹിക്കാം. അങ്ങനെ നിർവഹിച്ചാൽ എനിക്ക് ആ ഒരു നേട്ടം എനിക്ക് കൈവരിക്കാൻ പറ്റും. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു കൊടുത്ത തറാവീഹ് 1 മുതൽ 30 ഉണ്ടെങ്കിൽ 30, ഇല്ലെങ്കിൽ 29 ഉൾപ്പെടെയുള്ള ആ രാവുകളിൽ നിസ്കരിച്ചാൽ ഓരോ നിസ്കാരത്തിൽ കിട്ടുന്ന പ്രതിഫലം പറഞ്ഞു കൊടുക്കണം. അപ്പൊ അങ്ങനെയുള്ള പ്രതിഫലം എനിക്ക് കിട്ടും എന്നുള്ള ഒരു ഉറപ്പോടുകൂടെ നാളെ നിർവഹിച്ചാൽ നമുക്ക് കനിമ ചൊല്ലി മരിക്കാൻ കഴിയും. അതുപോലെ തന്നെ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നതാണല്ലോ, അല്ലെ? നമ്മൾ ആഗ്രഹിക്കുന്ന മരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം? എനിക്ക് ഒരു പാപം പോലും ബാക്കി ഉണ്ടാവരുത്, എല്ലാത്തിനും തൗബ ചെയ്തിട്ട് വേണം എനിക്ക് മരിക്കാൻ. അങ്ങനെ ദ്വാരക്കലില്ലേ? അല്ലാഹുവേ, മരിക്കുന്ന സമയത്ത് തൗബത്തുൻ നസൂഹയോടുകൂടി എനിക്ക് മരിക്കണം. അങ്ങനെ ദ്വാരക്കലില്ലേ? ആ ഒരു നേട്ടം നമുക്ക് കൈവരിക്കാൻ പറ്റും നാളത്തെ തറാവീഹ് വെച്ചാൽ. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അപ്പൊ ഇന്ന് നമ്മുടെ റഹ്മത്തിന്റെ പത്ത് നമ്മിൽ നിന്ന് വിട പറയാൻ എന്താ പറയാ, അല്ലെ? ഈ രാവ് അവസാനത്തെ രാവാണ്. ഇനി നാളെ ആ നോമ്പ് കൂടി കഴിഞ്ഞാൽ മഗ്‌രിബ് ബാങ്ക് കൊടുക്കലോടുകൂടെ റഹ്മത്തിന്റെ പത്ത് വിട പറയാം. നമ്മൾ ഇന്ന് ജുമഅയുടെ സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു, ഒരു കുട്ടി പരീക്ഷ എഴുതിയിട്ട് അതിൽ തെറ്റായ മാർക്കുകൾ വന്നു കഴിഞ്ഞാൽ അതിന് മൈനസ് മാർക്ക് കിട്ടുകയാണെങ്കിൽ, ഇപ്പൊ 100 മാർക്കുള്ള ഒരു പേപ്പറാണ് എന്നുണ്ടെങ്കിൽ അതിന് 50 ചോദ്യങ്ങളുണ്ട്. ഓരോ ചോദ്യത്തിനും ഉത്തരത്തിന് 2 മാർക്കാണെങ്കിൽ അതിൽ 50 ശരിയായി 50 തെറ്റുമായി എന്താണ്ടാവുക? 0 ആണ് ഉണ്ടാവുക. മാർക്ക് 0 മാർക്കായിരിക്കും. എന്നാൽ ഒരു അധ്യാപകൻ ഇത് നോക്കുന്ന സമയത്ത് 50 തെറ്റുകൾ വന്നത് മുഴുവനും ഒരു വൈദ്യർ ഉപയോഗിച്ച് വായിച്ചു കളഞ്ഞു, ആ രീതിയിലാണ് ഒരു വാല്യുവേഷൻ നടത്തിയെങ്കിൽ 50 മാർക്ക് കിട്ടും. അങ്ങനെ കാരണം അതിലെ 50 ചോദ്യങ്ങൾ 25 ശരിയായി, 2 മാർക്കിന് 50 മാർക്ക് കിട്ടി. എന്നാൽ അവിടെ നമ്മൾ പറഞ്ഞു, കാരുണ്യമുള്ള, ഒന്നും കൂടെ കാരുണ്യമുള്ള ഭാഷയാണെങ്കിൽ ഇത് ചെയ്യും. ആ വൈദ്യർ കൊണ്ട് മായ്ച്ചു കളഞ്ഞു എന്ന് മാത്രമല്ല, ആ സ്ഥാനത്ത് ശരിയായ ആൻസർ ഇത് ചെയ്യാൻ പറ്റുമല്ലോ എന്നുള്ളതല്ല. ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ വൈദ്യർ കൊണ്ട് മായ്ച്ച സ്ഥലത്ത് ശരിയായ ഉത്തരം കൂടി എഴുതിയിട്ട് വായിച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ മാർക്ക് ആ കുട്ടിക്ക് കിട്ടുന്നത് എന്നതുപോലെയാണ്. പറഞ്ഞതാണ്
ഒരു വിഭാഗം ആളുകളെ കുറിച്ച്, തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞത് അവന് അതാവിനെ ശിക്ഷ, നരകത്തിന്റെ ശിക്ഷ ഇരട്ടിയാക്കി കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇരട്ടിയായിട്ട് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് അതിന്റെ ബാക്കിയായിട്ട് പറയുകയാണ്, മരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്ത ആളുകൾക്കൊഴികെ, തൗബ ചെയ്ത് മടങ്ങിയ ആളുകൾക്കൊഴികെ, വിശ്വസിക്കുകയും ചെയ്തു, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തു, അവര് ഒരുപാട് ചെയ്യുന്ന പുതിയ തെറ്റുകുറ്റങ്ങൾ നടത്തും. ആ തെറ്റുകുറ്റങ്ങൾ എന്തല്ല, വൈദ്യം ഉപയോഗിച്ച് വായിച്ചു കളഞ്ഞല്ല, അതിന് പകരം എന്ത് ചെയ്തു, അതൊക്കെ ഹസനാത്താക്കി മറിച്ചു. ജീവിതത്തിൽ ആ വ്യഭിചരിച്ചത് അവന് ഒരു സ്വാലിഹായ കർമ്മമായിട്ട് മാത്രം മറിക്കും. അത് പുറത്തു കൊടുക്കും മാത്രമല്ല, അത് സ്വാലിഹായ കർമ്മമായിട്ട് മറിക്കും. തെറ്റുകുറ്റങ്ങൾ വന്നിട്ട് അള്ളാഹുവിനോട് കേണപേക്ഷിച്ച് തൗബ ചെയ്ത് മടങ്ങി പിന്നീട് അവൻ സ്വാലിഹായ കർമ്മങ്ങൾ ചെയ്തു നല്ലൊരു മുഅ്മിനായി ജീവിച്ചു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനത്തെ ആളുകൾ പലപ്പോഴും കുറ്റപ്പെടുത്താൻ, ഓനൊക്കെ എങ്ങനെ ജീവിച്ചതാ, ഞങ്ങൾക്ക് അതിലൂടെ പോകേണ്ട അവസ്ഥ എന്നൊക്കെ പറയാറുണ്ട്. ഒരിക്കലും അങ്ങനെ പറയരുത്, ഒരിക്കലും അങ്ങനെ പറയരുത്. അവൻ തൗബ ചെയ്ത് അല്ലാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങി പിന്നെ തന്നെ കർമ്മങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവൻ അന്ന് ചെയ്ത തെറ്റുകുറ്റങ്ങൾ മുഴുവനും സൽക്കർമ്മമായിട്ട് അല്ലാഹു തആല മറിക്കും. എന്ന് വെച്ചാൽ കളിയാക്കുന്ന ആളെക്കാൾ ഒരുപക്ഷെ നാളെ മീസാനിൽ അവനായിരിക്കും തൂക്കം കൂടുക എന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നേട്ടങ്ങൾ കൈവരിക്കുന്ന മുഅ്മിനീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി. കേരളത്തിൽ